തൊട്ടടുത്തൊരു സന്യാസി ഇരുത്തി അയാൾ ചിലപ്പോൾ അത് പ്രസംഗിച്ചോളുന്നില്ല. തൊട്ടടുത്ത ചർച്ചിൽ നിന്നൊരു അച്ഛനെ വിളിച്ചാൽ യേശു രക്ഷകൻ എന്ന് പറയും. മുഹമ്മദ് നബിയെ ആരാധിക്കരുത് എന്ന് ശക്തമായി പറയാൻ മുസ്ലിങ്ങൾക്ക് അല്ലാതെ ആർക്ക് കഴിയാം? യേശുവിന്റെ പിക്ചറാണ് കാണുന്നത്, യേശു അല്ലെങ്കിൽ പോലും. പള്ളിയിൽ എവിടെ മുഹമ്മദ് നബിയുടെ പിക്ചർ എവിടെ? തിരുവനന്തപുരം ജില്ലയിൽ എത്ര പള്ളിയുണ്ട്? മുഹമ്മദ് നബിയുടെ പ്രതിമ എവിടെ? യജുർവേദം 32-ാം അധ്യായം 3-ാമത്തെ വചനം പറഞ്ഞു, പ്രതിമ, ദൈവത്തിന് പ്രതിമയില്ല, ദൈവത്തിന് പ്രതിമയേ ഇല്ല. സത്യാർത്ഥ പ്രകാശ ലൈറ്റ് ഓഫ് ട്രൂത്ത് ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി അറിവില്ലാത്തവരാണ് ബിംബത്തെ വെക്കുക എന്ന് പറഞ്ഞു. മുസ്ലിങ്ങൾ പണ്ടേ അറിവുള്ളവരാണ്, അതുകൊണ്ട് വെക്കാറില്ല. ആ കാര്യത്തിൽ അവർക്കുള്ള അറിവ് വേറെ ആർക്കില്ല. അതൊരു അവകാശവാദമല്ല, സത്യ. കാരണം അറിവുള്ളവർ ബിംബത്തെ വെക്കില്ല എന്നാണ്. എങ്കിൽ അറിവുള്ളവരാണ് മുസ്ലിം എന്നാണ് പറഞ്ഞത് അർത്ഥം. അവര് വെക്കാറില്ല, കാരണം ദൈവത്തിന് രൂപമില്ല. കേനോപനിഷത്തിന്റെ പ്രഥമല്ലിൽ 6-7 ശ്ലോകമാണ്. ദൈവത്തിന്റെ രൂപം, ആ രൂപത്തിന് മുമ്പിൽ ആര് കൈകൂപ്പി നിൽക്കുന്നുവോ, ആര് കുരിശു വരച്ചുവോ, ആര് നെറ്റിത്തടത്തിൽ വെച്ച് ചുംബിച്ചുവോ, ആര് അമ്പലത്തെ ചർച്ചിനെ ആര് വണങ്ങിയോ, ദർഗയെ ആര് കുയ്യാന പോരുന്ന പോലെ പോന്നുവോ, അവരെല്ലാം അതിനെ ആരാധിക്കുന്നവരാണ്. പേര് അബ്ദുൽ ഖാദർ എന്നാണ്, ദർഗയെ പൂജിക്കുന്നവനാണ്, ചിഹ്നങ്ങളെ ആരാധിക്കുന്നവനാണ്. ശരി, ഇത് വിശുദ്ധമാണോ? ആണോ? അല്ല എന്നാണ് പറയുന്നത്. അല്ലദീന ആമനൂ വലൻ യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. ഖുർആന്റെ 6-ാം അധ്യായം 82-ാമത്തെ വചനം. വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ ദുൽമ കലർത്താതിരിക്കുകയും, എന്തത്, പായസം ഉണ്ടാക്കുകയും ആ പായസത്തിൽ വിഷം ചേർക്കാതിരിക്കുകയും ചെയ്തവളാരോ അവളുടെ പായസം കുടിച്ചോ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? പായസം ഉണ്ടാക്കുകയും ആ പായസത്തിൽ മണ്ണെണ്ണ ഒഴിക്കാതിരിക്കുകയും ചെയ്ത പായസമേതോ അത് വിളമ്പിക്കോളൂ. വിശ്വസിക്കുകയും അവിശ്വാസത്തിൽ ശിർക്ക്, ബഹുദൈവത്വം കലർത്താതിരിക്കുകയും ചെയ്തവരാരോ അവർക്ക് നിർഭയത്വമുണ്ട്. സൂറത്ത് ഖുറൈശ്, ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. മുഅ്മിൻ എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം എന്താ? ഭയമില്ലാത്ത ആള്. ആരെയാ പേടിക്കേണ്ടത്? ദൈവത്തെ മാത്രം. പാമ്പിനെ പേടിക്കണോ? പാമ്പ് എന്നുള്ളവർക്ക് പേടിക്കണം. ഈശ്വരൻ എന്നുള്ളവർക്ക് പേടിക്കണോ? പേടിക്കണോ? നക്ഷത്രങ്ങളെ, സൂര്യനെ, എലിയെ അതുവരെ പേടിക്കുന്ന മനുഷ്യർ. എന്തൊരു ദുര്യോഗമാണ്! പെരിച്ചായി കൂട് വെച്ച് പിടിക്കുക, എന്നിട്ട് അതിനെ ഭക്തിയോട് കൂടി കാണുക. പശു ആരാധിക്കുക. സ്വാതന്ത്ര്യമാണ്. പക്ഷെ അത് പറഞ്ഞിട്ടുണ്ടോ വേദം? ഋഗ്വേദം പറഞ്ഞിട്ടുണ്ടോ? ഋഗ്വേദം 10 മണ്ഡലമാണ്. 121-ാമത്തെ സൂക്തം 1-ാമത്തെ ഋക്കിൽ ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ഭൂതസ്യജാത പതിരേക ആസി സദാധാര പൃഥിവിയും ദ്യാമുദേവായ കശ്മൈ ദേവായ അവിശവിദേവ. ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചവനാരോ ആ സൃഷ്ടാവിനെ ആരാധിക്കാൻ. അത് ഹിന്ദുവിനോടുള്ള കൽപ്പനയല്ല, മാനവകുലത്തോടുള്ള കൽപ്പനയാണ്. ഏകം സബ്ബഹുത വിപ്രവദന്തി യോ ദേവാനാം നാമദ ഏകേവ ഓം സദേ സമസ്തേ സർവലോകാശ്രയായ കുൽ ഹുവല്ലാഹു അഹദ് ശമ്മ ഇസ്രായേല അഡോണ എലോഹിൻ അഡോണ യഹ്. ഹീബ്രു ഭാഷയിലെ യേശുവിന്റെ വാചകമാണ്. ഇസ്രായേൽ സമൂഹമേ, നിങ്ങളുടെ ദൈവം ഏകദൈവം, അവനെ, അവരെ എന്നല്ല, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന മുക്കൂട്ട ദൈവത്തെയല്ല, അവനെ, സിംഗുലറാണ്, പ്ലൂറലല്ല. ക്രിസ്ത്യാനി വായിച്ച ഒരാശയം മുസ്ലിം വായിച്ച വേറൊരാശയം വരാൻ പാടുണ്ടോ ഒരു വേദഗ്രന്ഥത്തിന്? അവന്റെ അടുത്ത് ചെല്ലൂ എന്ന് പറഞ്ഞാൽ അവരെ അടുത്ത് ചെല്ലൂന്നാവോ?
ഒരു സംഘം ഒരാളാവുമോ? പിതാവ് 1, പുത്രൻ 2, പരിശുദ്ധാത്മാവ് 3, എന്നിട്ട് അതൊന്നോ? ഭാര്യ, ഭർത്താവ്, മകൻ ഒന്നാണെന്ന് പറയാം. എപ്പോ? പർപ്പസിൽ ഒന്നാണെന്ന് പറയാം. അവരെ 3 പേരുടെ ലക്ഷ്യം കോട്ടയത്തേക്ക് പോകുക എന്നുള്ളതാണ്. 3 ആണ്. ഒന്ന് മകനാണ്, ഒന്ന് അച്ഛനാണ്, ഒന്ന് ഭാര്യയാണ്. ഇത് തിരിച്ചറിയാത്ത അവസ്ഥ ഉണ്ടാവുമോ ഡോക്ടറേറ്റ് എടുത്ത ക്രിസ്ത്യാനിക്ക്? ഞാൻ നേർക്കുനേരെ സംസാരിക്കുന്ന ആളെ വളച്ചുകെട്ടില്ലാതെ. മനുഷ്യരെ സ്നേഹിക്കുന്നത് കൊണ്ട് തെറ്റാണ്. ഒരു ഡോക്ടർ ഹിന്ദുവിനെ ചികിത്സിച്ച മരുന്ന് എഴുതൂലേ? എഴുതും. അതേ സൂക്കേട് മുസ്ലിമിനാണ് മരുന്ന് എഴുതൂലേ? എഴുതും. ഏത് മുസ്ലിം ആയതുകൊണ്ട് അവൻ ചത്തോട്ടെന്ന് വിചാരിക്കോ? ഇല്ല. അതുകൊണ്ട് ഞാനും വിചാരിക്കണില്ല. ക്രിസ്ത്യാനിനോടും ഹിന്ദുവിനോടും മുസ്ലിമിനോടും നിരീശ്വരവാദിനോടാ ചോദിക്കണേ, ആരാ നിന്നെ സൃഷ്ടിച്ചത്? സൂര്യനെ സൃഷ്ടിച്ചത് ആരാ? ഞങ്ങൾ പറയണു പടച്ചോനാണ്, പ്രപഞ്ചനാഥനാണ്. ആരാ സൂര്യന്റെ കിരണങ്ങൾ നൽകുന്നത്, ചന്ദ്രന്റെ നിലാവലകൾ നൽകുന്നത്? സാക്ഷാൽ പ്രപഞ്ചനാഥൻ. അന്ന് അമ്പലുണ്ടോ? ഇല്ല. അന്ന് ശ്രീരാമനുണ്ടോ? ഇല്ല. ദ്വാപരയുഗവും ത്രേതായുഗവും കലിയുഗവും കഴിഞ്ഞു. ദശരഥ മഹാരാജാവിന്റെ പുത്രനായി പുത്രകാമേട്ട് യാഗം നടത്തി. യാഗത്തിന്റെ അന്തിമഘട്ടത്തിൽ ശൃംഗമണി പായസാന്നം നൽകി. കൈകേയി, കൗസല്യ, സുമിത്ര മൂവരും പായസാന്നം ഭുജിച്ച് കൗസല്യയുടെ പുത്രനായി ജനിച്ചു. അന്ന് അച്ഛനുണ്ട്, അമ്മയുണ്ട്. അപ്പൊ ദൈവമാണോ ആദ്യം ഉണ്ടായത്, അച്ഛനാണോ അമ്മയാണോ? എന്റെ ബുദ്ധിയാണ് ഞാൻ ചോദിക്കണേ. എനിക്ക് വിവരമല്ല എന്ന് വിചാരിച്ചോളൂ, പൊട്ടത്തരാന്ന് വിചാരിച്ചോളൂ. യേശുവിന്റെ മാതാവ് കന്യാമറിയം, അവരുടെ അച്ഛനും അമ്മയും. അതിനു മുമ്പ് മനുഷ്യരുണ്ടോ? ഉണ്ട്. അതിനു മുമ്പ് രാവുണ്ടോ? ഉണ്ട്. പകലുണ്ടോ? ഉണ്ട്. യേശു ജനിക്കുന്നതിന് മുമ്പുണ്ടോ? ഉണ്ട്. എങ്കിൽ യേശു ജനിക്കുന്നതിന് മുമ്പ് പകലുണ്ടെങ്കിൽ, രാവുണ്ടെങ്കിൽ ആര് നിയന്ത്രിച്ചു? മിസ്രീം ദേശത്തു നിന്നും, അടിമ ഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ കർത്താവ്. മേലെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഒന്നിന്റെയും പ്രതിമ അരുത്. എന്നിട്ട് എന്താ അവിടെ പ്രതിമ? ആ ചർച്ചിന്റെ മുകളിൽ എന്താ പ്രതിമ? അതിനുള്ളിൽ എന്താ പ്രതിമ? ബൈബിളിലുള്ളതാണ്. പുറപ്പാട് 20-ാം അധ്യായം 1 മുതൽ 6 വരെ ഉള്ള വചനം. ഈ പ്രതിമ ഒരാൾ കയറി തകർത്താൽ ഇവിടെ കലാപം ഉണ്ടാവുമോ? ഉണ്ടാവും. ഇവിടെ തകർക്കാൻ ഒരു പ്രതിമ ഇല്ല, അതുകൊണ്ട് അതിന്റെ പേരിൽ കലാപല്ല. ശ്രീരാമന്റെ പ്രതിമ ഒരു മുസ്ലിം തകർത്ത അവിടെ കലാപം ഉണ്ടാവും. ബാബരി മസ്ജിദിൽ ശ്രീരാമന്റെ പ്രതിമ കൊണ്ടുവച്ചു. പ്രശ്നം ഉണ്ടായോ? ഉണ്ടായി. മുഹമ്മദ് നബിയുടെ പ്രതിമ അമ്പലത്ത് കൊണ്ടക്കാനില്ല, അതുകൊണ്ട് അതിന്റെ പേരിൽ പ്രശ്നമില്ല. ലോകമേ, മനുഷ്യരെ, മാനവകുലമേ, ബുദ്ധിയുള്ളവരെ, ഡോക്ടർമാരെ, എഞ്ചിനീയർമാരെ, ഡ്രൈവർമാരെ, കണ്ടക്ടർമാരെ, ഓട്ടോ ഡ്രൈവർമാരെ, പണ്ഡിതന്മാരെ, പള്ളിയിലുള്ളവരെ, ചർച്ചിലുള്ളവരെ, അമ്പലത്തിലുള്ളവരെ, സന്യാസിമാരെ, പള്ളിയിലച്ചന്മാരെ, മുസ്ലിംമാരെ, ചിന്തിക്ക്. നിങ്ങളുടെ ഒക്കെ ദൈവം ഒന്നാണെന്ന് ഞങ്ങൾ പറയും. ആ ദൈവത്തെയാണ് ആരാധിക്കേണ്ടത് പറയുന്നു. അതാണ് വിശുദ്ധമായ ആദർശം എന്ന് പറയുന്നു. കുൽ, പറയുക പ്രവാചക, ഹുവല്ലാഹു, കാര്യം അത് അല്ലാഹു ഏകനാണ്. ശമ്മ ഇസ്രായേല അഡോണ എലോഹിൻ അഡോണ യഹ്. എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറയാൻ ഏകനാണ് ദൈവം എന്ന്. ത്വമേകം ശരണ്യം, ത്വമേകം വരണ്യം, ത്വമേകം ജഗത് കാരണം വിശ്വരൂപം, ത്വമേകം ജഗത് കർത്തൃ പാതൃ പ്രഹൃത്രേ, ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം. ഏകം, മേഘം, മേഘം, മേഘം 5 തവണയാണ്. കുൽ ഹുവല്ലാഹു അഹദ് ശമ്മ ഇസ്രായേല അഡോണ എലോഹിൻ അഡോണ യഹ്. അപ്പൊ ദൈവം എത്രയുണ്ട്? 1. മനുഷ്യരോ അനേകം. മനുഷ്യകുലം വ്യത്യസ്തമാണ്, ജാതി വ്യത്യസ്തമാണ്, ദൈവം ഒന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്ന യേശുദേവന്റെ അവസാനത്തെ പ്രഖ്യാപനം. ആലുവ ആ പ്രവേശന കവാടത്തിൽ, മതസമ്മേളനത്തിൽ, മൈത്രി സമ്മേളനത്തിൽ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും വരൂ എന്ന മെസ്സേജ് നാം അറിയുന്നു, നാം അറിയിക്കുന്നു. എന്ത്? ഞങ്ങൾ അറിയുന്നു ദൈവം ഏകനാണെന്ന്. ഞങ്ങൾ പറയുന്നു അവനെ ആരാധിക്കണമെന്ന്. ഇഷ്ടമുള്ളവർക്ക് 18-ാം അധ്യായം 29-ാമത്തെ വചനം. ലാ ഇക്റാഹ ഫിദ്ദീൻ 2-ാം അധ്യായം 256-ാമത്തെ വചനം. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മ ശാകിറൻ വ ഇമ്മ കഫൂറ. 76-ാം അധ്യായം 3-ാമത്തെ വചനം. വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, ഉൾക്കൊള്ളാം, ഉൾക്കൊള്ളാതിരിക്കാം, അംഗീകരിക്കാം, തള്ളിക്കളയാം, സാംശീകരിക്കാം, നിരാകരിക്കാം. എന്തൊരു സ്വാതന്ത്ര്യമാണിത്! എന്തൊരു സ്വാതന്ത്ര്യമാണിത്!
ദൈവത്തിന്റെ വായു ശ്വസിച്ചു, നന്ദികേട്. വെള്ളം കുടിച്ചു, നന്ദികേട്. നന്ദി കാണിക്കുന്നില്ല. ആരാ വെള്ളം നൽകിയത്? ആരും പറയില്ല ശ്രീരാമനാണെന്ന്. മുസ്ലിങ്ങളുടെ ഏറ്റവും പിഴച്ചോല് പറയും മൊയ്തീൻ ഷെയ്ഖാണ്. ഖുത്ബിയത്ത് പാറന്നൂർ പി മൊയ്തീൻകുട്ടി മുസ്ലിം 10ാമത്തെ പേജ്. ആ വിവരക്കേട് ഒരു ഹിന്ദു ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. മൊയ്ലിയാര് പറയും, മൊയ്ലിയാരാണ് വിവരം കേട്ടോനാണ്, മനസ്സിലായില്ലേ? മൊയ്തീൻ ഷെയ്ഖാണ് മഴ പെയ്യിപ്പിക്കുന്നത്. 18,000 ലോകം നിയന്ത്രിക്കുന്ന കോഴിക്കോട്ടുകാരൻ CM മടവൂരാണ് എന്ന് പ്രസംഗിക്കുകയാണ് പബ്ലിക്കിൽ. ഉസ്താദുമാരെന്ന് പറയുന്നവർ. ഞാൻ ഒരുപാട് സന്യാസിമാരുടെ കൂടെ വേദി പങ്കെടുത്തിട്ടുണ്ട്. ഒരൊറ്റ സന്യാസിയും 18,000 ലോകം നിയന്ത്രിച്ച ശ്രീരാമനാന്ന് പ്രസംഗിക്കും ഞാൻ ഇതുവരെ കേട്ടില്ല. നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടോ? അബ്ദുൽ സർ കേട്ടിട്ടുണ്ടോ ജീവിതത്തിൽ? ഇല്ല, ആരും. പക്ഷെ ഉസ്താദുമാര് പ്രസംഗിക്കുന്നു, കാന്തപുരത്തിന്റെ ശിഷ്യന്മാർ. സാരില്ല, മനസ്സിലായില്ലേ ഞാൻ പറയുന്നത്? ആരാണ് ദൈവം എന്ന ചോദ്യം, അതാണ് ഈ വിഷയത്തിന്റെ ആദ്യ ഭാഗം. ആ ദൈവത്തെ മാത്രം ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടും. അപ്പൊ നിങ്ങൾ ചോദിക്കും, ദൈവവിശ്വാസികളല്ലാത്തൊരു കുടുംബജീവിതം ഉണ്ട്?